ദേശാഭിമാനി പത്രത്തിലെ സഖാക്കന്മാർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ചങ്ങായിനെ കള്ളൻ വിജയൻ എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുക. അതുകൊണ്ട് ഇവര് വളരെ ആസൂത്രിതമായി ഇവര് ചെയ്തതാണ്. അല്ലെങ്കിൽ ഈ തലക്കെട്ട് കള്ളൻ വിജയൻ എന്ന് തലക്കെട്ട് ഇടുമ്പം തന്നെ ഇവരുടെ മനസ്സിൽ കത്തണ്ടേ. കാരണം കള്ളൻ വിജയൻ എന്ന് തലക്കെട്ട് ഇട്ട് കഴിഞ്ഞാൽ, ദേശാഭിമാനി പത്രത്തിൽ കള്ളൻ വിജയൻ എന്ന് തലക്കെട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കുഴപ്പമാണെന്ന് ദേശാഭിമാനിയിലെ ഈ പറയുന്ന സബ് എഡിറ്റേഴ്സിനൊക്കെ മനസ്സിലാവില്ലേ. പക്ഷെ ഇവർ മനസ്സിലായിട്ടും കള്ളൻ വിജയൻ എന്ന് തന്നെ ഇട്ടതാവാനേ വഴിയുള്ളൂ കേട്ടെ. എന്ന് പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ മാത്രമല്ല, പാർട്ടി പത്രത്തിലും പിണറായി വിജയനോടുള്ള കലിപ്പ് ഇങ്ങനെ ഇളകി മൂത്ത് നിൽക്കുകയാണ്. അല്ലെങ്കിൽ കടലിരമ്പം പോലെ പിണറായി വിജയനോടുള്ള ഈ കലിപ്പ് മൂത്ത് ഏതാണ്ട് ഈ ഒരു അവസ്ഥയിൽ വരെ എത്തി. പിന്നെ എന്താ പറയാനുള്ളതല്ലേ. ഇനി ഏതായാലും ഇതൊക്കെ മാറ്റിയിട്ട് വരുന്ന ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഏതായാലും കള്ളൻ വിജയന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് കേട്ടോ. ഈ കള്ളൻ വിജയനല്ല, മറ്റേ കള്ളൻ വിജയന്. ഏത് കള്ളൻ വിജയന്? യഥാർത്ഥത്തിലുള്ള അഭിനേതാവായ നാടക പ്രവർത്തകനായ കള്ളൻ വിജയന് എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. ഏതായാലും നിങ്ങളെ കുറിച്ചുള്ള ആ ഒരു ലേഖനം എന്താ പറയാ, അത് വായനക്കാർക്കിടയിലേക്ക് എത്തിപ്പെടാനായില്ല. പണ്ട് നിങ്ങൾക്ക് വിജയന്ന് പേരിട്ട നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു വലിയ അപരാധ ചെയ്തത്. നിങ്ങൾക്ക് വിജയൻ ആയിരുന്നില്ല പേരിടേണ്ടത്, വേറെ വല്ല പേരും നിങ്ങൾക്ക് ഇട്ടാ മതിയായിരുന്നു കേട്ടോ. എന്നാൽ ആ നിങ്ങളെക്കുറിച്ചുള്ള അഭിമാനകരമായ ലേഖനം അച്ചടിച്ചു വരുമായിരുന്നു. ഏതായാലും വിജയൻ എന്നുള്ള പേരിന്റെ കൂടെ ഇനി ആരും അബദ്ധത്തില് വേറൊന്നും ചെയ്തു വരരുത്. മറ്റൊന്ന്, ജോസഫ് മാഷിന്റെ കൈ പോയ കാര്യം അറിയാലോ. മുഹമ്മദ് എന്നുള്ളൊരു പേര് മൂപ്പര് ഉപയോഗിച്ചപ്പോഴാണ് കൈ പോയത്. വിജയൻ എന്നുള്ളൊരു പേര് അനാവശ്യമായി ഉപയോഗിച്ച ജോസഫ് മാഷിന്റെ കയ്യേ പോയിട്ടുള്ളൂ. 51 വിട്ട് ഓർമ്മ വേണം കേട്ടോ. 51 വിട്ട് ഓർമ്മ വേണം. വിജയനോട് കളിക്കല്ല മക്കളെ. വിജയനോട് കളിച്ചാൽ എന്താണ്? നേരത്തെ ഡിഫീസൊക്കെ പറഞ്ഞ മാറി ഞങ്ങളൊരു വരവാണ്ട് വരും. നിങ്ങൾ വരൂ കേട്ടോ. നിങ്ങൾ വരും വന്നോളി. അപ്പൊ ഇവിടെ ഉണ്ട കാണും നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ തൽക്കാലം അത്രമാത്രമേ ഉള്ളൂ. ദേശാഭിമാനി ആകെ നാറി മെഴുകി ഞങ്ങോട്ട് പറയാനില്ലാത്ത അവസ്ഥയിലാണ് ദേശാഭിമാനി. പിന്നെ എല്ലാ ദിവസവും ദേശാഭിമാനി ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് ദേശാഭിമാനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ ദിവസവും നാണം കെടുന്ന ദേശാഭിമാനിക്ക് ഇന്നാ നാണക്കേട് ഇത്തിരിയാണ്ട് കൂടി, അത്രേ ഉള്ളൂ. ഇന്ന് ഞായറാഴ്ചയാണ്. എല്ലാ പത്രങ്ങളിലും വാരാന്ത്യ പതിപ്പുകളുണ്ട്, അതായത് ഞായറാഴ്ച പതിപ്പുകളുണ്ട്. പക്ഷേ ദേശാഭിമാനിയിൽ വാരാന്ത്യ പതിപ്പ് വന്നിട്ടില്ല. ഒരറിയിപ്പ് അതിന് പകരം കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഇവിടെ ഒരു അറിയിപ്പുണ്ടേ. സാങ്കേതിക കാരണങ്ങളാൽ വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല മാനേജർ. അതായത് ചില സാങ്കേതിക കാരണങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ പത്രസ്ഥാപനങ്ങൾ ഉണ്ടാവും. ഈ പ്രിന്റിംഗ് മെഷീൻ ചിലപ്പോൾ പെട്ടെന്ന് സ്റ്റക്കാവും. അപ്പം ചിലപ്പോൾ വാരാന്ത പതിപ്പ് എന്താ പറയാ പ്രസിദ്ധീകരിക്കാൻ കഴിയാറില്ല. അതൊക്കെ വളരെ സ്വാഭാവികമാണ് കേട്ടോ. പക്ഷേ ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പ് പുറത്തിറങ്ങാത്തതിന് കാരണം ഇതൊക്കെ അച്ചടിച്ച വാരാന്ത പതിപ്പ് അവർ പുറത്തിറക്കിയില്ല. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നിന്റെയൊക്കെ അവസ്ഥ ഇതാണല്ലോ എന്ന് ഏതോ ഒരു സിനിമയിൽ നമ്മുടെ സലീം കുമാർ പറയുന്നുണ്ട് അല്ലേ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും CPMന്റെ അവസ്ഥ ഇപ്പൊ ഇതാണ്. എന്താ ചെയ്യല്ലേ? കണ്ടകശനി കൊണ്ടേ പോകുന്ന കേട്ടില്ലേ? കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞ മാതിരി CPMകാർക്ക് കണ്ടകശനി ബാധയാണ് CPMകാർക്ക്. അതായത് ഇന്നത്തെ ദേശാഭിമാനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ, വി എസ് അച്യുതാനന്ദന്റെ ചരമവാർഷികമാണ് ഈ 21-ാം തീയതി. അതുകൊണ്ട് വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ചുള്ള ഒരു ലേഖനം ദേശാഭിമാനിയുടെ 1-ാം പേജിൽ ഉണ്ടായിരുന്നു. അതായത് ദേശാഭിമാനിയുടെ ഈ വാരാന്ത്യ പതിപ്പല്ലേ, അതായത് ഇന്ന് പുറത്തിറങ്ങാത്ത, പ്രിന്റ് ചെയ്തുവെങ്കിലും പുറത്തിറങ്ങാത്ത ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിന്റെ 1-ാം പേജിലെ ലേഖനം എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദനെ കുറിച്ചുള്ള ലേഖനമായിരുന്നു. അങ്ങനെ ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് കടലിരമ്പം എന്നുള്ളതുമായി ബന്ധപ്പെട്ട്, എന്താണ് കടലിരമ്പം? ഓർമ്മയിൽ ഒരു കടലിരമ്പം, അങ്ങനെ എന്തോ ആയിരുന്നു ഇതിന്റെ തലക്കെട്ട്. ആ ലേഖനം എഴുതിയത് KV സുധാകരനാണ്. എന്ന് പറഞ്ഞാൽ വി എസിന്റെ പ്രസ് സെക്രട്ടറി, വി എസിന്റെ ജീവചരിത്രമൊക്കെ എഴുതിയ വ്യക്തിയാണ് ഈ ലേഖനം എഴുതിയത്. ദേശാഭിമാനി അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ട് ലേഖനം എഴുതിപ്പിച്ചതാണ്. അപ്പൊ ഇതിന്റെ തലക്കെട്ടുണ്ടല്ലോ കടലിരമ്പം. ഈ കടലിരമ്പം എന്ന് പറയുന്ന തലക്കെട്ട്, അതായത് ഓർമ്മയിൽ കടലിരമ്പം എന്ന തലക്കെട്ടുമായി വരുമ്പോ അത് പിണറായി വിജയന്റെ മണ്ടക്കിട്ട് അടിയാണ്. അറിയില്ല നിങ്ങൾക്ക്? ഈ കടലിരമ്പം, കടലിലെ തിരമാല എന്നൊക്കെ ഉദ്ദേശിച്ചത്, എന്നൊക്കെ പറഞ്ഞത്
അതായത് വി എസിനെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു പൊതു സമ്മേളന വേദിയിൽ വെച്ച്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ശംഖുമുഖം കടപ്പുറത്ത് ഒരു മഹാസമ്മേളനത്തിൽ വി എസിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് വി എസിനെ അവഹേളിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ പ്രസംഗമായിരുന്നു ഈ കടലിനെ കുറിച്ചുള്ള ഒരു കഥ. അതായത് അക്കാലത്ത് പിണറായി വിജയനേക്കാൾ ജനസമ്മിതി, പിണറായി വിജയന് ഒട്ടും ജനസമ്മിതി ഉണ്ടായിരുന്നില്ല, ഒട്ടും ജനപിന്തുണയുണ്ടായിരുന്നില്ല. പിന്തുണ മുഴുവനും വി എസിനായിരുന്നു. കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം മുദ്രാവാക്യം വിളികള് വി എസ് കടന്നു വരുമ്പോഴത്തേക്ക് അതായത് വേദിയിലേക്ക് വി എസ് കടന്നു വരുമ്പോൾ സഖാക്കളാകെ ഇളകി മറിയുമായിരുന്നു. കണ്ണേ കരളെ വി എസ് എന്ന് വിളിച്ചിട്ട് ഇവരിങ്ങനെ ആവേശത്തിന്റെ കടൽ ഇരമ്പം അല്ലേ. ഇത് പിണറായി വിജയനെ എന്ത് ചെയ്തു? പിണറായി വിജയനെ ആകെ അസ്വസ്ഥനാക്കി, കലിപ്പിളകി പിണറായി വിജയൻ. അപ്പോഴാണ് പിണറായി വിജയൻ ആ കഥ പറഞ്ഞത്. എന്താണെന്നറിയോ? പഴയ ഒരു ചൈനീസ് കഥയാണത്. അതായത് കടലിലെ കടലിൽ ഇങ്ങനെ നിലയ്ക്കാത്ത തിരമാലകൾ കണ്ടപ്പോ ഒരു കുട്ടിക്ക് ആ തിരമാലകളോട് ഭയങ്കര ഒരു ആവേശം. തിരമാലകൾ കണ്ടപ്പോ കുട്ടി എന്ത് ചെയ്തു? കുട്ടി ഓടിപ്പോയി ഒരു ബക്കറ്റ് എടുത്തിട്ട് ആ കടലിലെ വെള്ളം കൊണ്ട് കോരിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ആ കോരിയെടുത്ത കടൽ വെള്ളം, ബക്കറ്റിലുള്ള കടൽ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ തിരമാലകൾ അതിൽ കാണാനില്ല. കുട്ടി വെള്ളം കോരിയെടുത്തത് ഈ തിരമാലകൾ, ഇങ്ങനെ അലയടിച്ചു വരുന്ന തിരമാലകൾ കാണാൻ. അതിന്റെ ഒരു ആവേശത്തിലാണ് കുട്ടി ആ വെള്ളം വീട്ടിൽ കൊണ്ടുവന്നത്. പക്ഷെ ബക്കറ്റിലെ വെള്ളം ഇങ്ങനെ ശാന്തമായി കിടക്കുകയാണ്, തിരമാലകളില്ല. അപ്പൊ കുട്ടി ഓടിച്ചെന്ന് സമുദ്രത്തോട് ചോദിക്കുകയാണ്, ഈ വെള്ളത്തോട് ചോദിക്കുകയാണ്, എന്താ തിരമാലകളില്ലേ? തിരമാലകൾ എന്താ ഇല്ലാത്തത് എന്ന് ചോദിക്കുമ്പോ ആ ബക്കറ്റിലെ വെള്ളം പറയാണ്, എന്റെ കുട്ടി, കടലിന്റെ മാർത്തട്ടിനോട് ചേർന്ന് കിടക്കുമ്പോഴേ എനിക്ക് തിരമാലകളാവാൻ പറ്റൂ. കടലിന്റെ ആ മാർത്തട്ടിനോട് ചേർന്ന് കിടക്കുമ്പോഴേ എനിക്ക് തിരമാലകളാവാൻ പറ്റൂ. നീ ഇങ്ങനെ ബക്കറ്റിൽ കോരിക്കൊണ്ടുവന്നാൽ എനിക്ക് തിരമാലയാവാൻ പറ്റില്ലല്ലോ. വേദിയിൽ വി എസിനെ ആക്ഷേപിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ വി എസ് ഒറ്റക്ക് വിചാരിച്ചാൽ കടൽത്തിരയാവാൻ പറ്റില്ല എന്ന് ആക്ഷേപിക്കുകയായിരുന്നു. വി എസിന് കടൽത്തിരയാവണമെങ്കിൽ ഈ മഹാസമുദ്രത്തോട് ചേർന്ന് നിൽക്കണം. വി എസ് ഒറ്റക്കൊറ്റക്ക് വിചാരിച്ചാൽ വി എസിന് ഒരു കടൽത്തിരയും ആവാൻ പറ്റില്ല എന്ന് വി എസിനെ പഠിപ്പിക്കുകയായിരുന്നു ആര്? പിണറായി വിജയൻ. അങ്ങനെ വി എസിനെ ആ പൊതുസമ്മേളന വേദിയിൽ വെച്ച് ആക്ഷേപിച്ച പിണറായി വിജയന്റെ ഓർമ്മകൾ. അപ്പൊ വി എസിന്റെ 1ാം ചരമവാർഷികത്തില് വി എസിന്റെ ലേഖനം എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ ആ കടലിരമ്പം. പിണറായി വിജയൻ എന്തൊക്കെ കടലിരമ്പങ്ങൾ ഉണ്ടാക്കിയാലും, പ്രതിഷേധത്തിന്റെ ആക്ഷേപത്തിന്റെ കടലിരമ്പങ്ങൾ സൃഷ്ടിച്ചാലും വി എസ് എന്ന് പറയുന്ന പ്രിയങ്കരനായ കേരളത്തിന്റെ ആ പ്രിയ സഖാവിന് ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനം, സഖാക്കളുടെ മനസ്സിൽ മാത്രമല്ല കേട്ടോ, കേരളത്തിന്റെ പൊതുമനസ്സിൽ വി എസിനുള്ള സ്ഥാനത്തിന്റെ 1000 ശതകോടികളിൽ ഒരു ഭാഗം പോലും ആർക്കുണ്ടാവില്ല? പിണറായി വിജയൻ ഉണ്ടാവില്ല. കാരണം പിണറായി വിജയൻ ആ തരത്തിൽ ജനങ്ങളുടെ ഒരു പ്രിയങ്കരനൊന്നുമല്ല. ജനങ്ങളെല്ലാവരും വെറുക്കുന്ന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്നവനാണ് പിണറായി വിജയൻ. അങ്ങനെ പിണറായി വിജയൻ പണ്ട് വി എസിനെതിരെ പ്രയോഗിച്ച ആ ഒരു പദപ്രയോഗം, കടലിരമ്പം എന്ന് പറയുന്ന പദപ്രയോഗം, വി എസിന്റെ 1ാം ചരമവാർഷികത്തിൽ ദേശാഭിമാനിയുടെ 1ാം പേജിൽ അച്ചടിച്ചു വരിക എന്ന് പറഞ്ഞാൽ ആക്ഷേപകരമാണ്. ഇത് പിന്നീടാണ് സഖാക്കൾക്ക് ബുദ്ധി എങ്ങനെയാണല്ലോ, സ്വിച്ചിട്ട് കഴിഞ്ഞാൽ അത് കത്താൻ ഏതാനും മിനിറ്റുകൾ എടുക്കും. അപ്പോൾ അങ്ങനെ ഈ പത്രം അച്ചടിച്ചു കഴിഞ്ഞപ്പോഴാണ് സഖാക്കന്മാരുടെ ബുദ്ധി വന്നത്. ഇത് പുറത്തിറക്കി കഴിഞ്ഞാൽ ഈ വി എസിന് ഒരു പ്രത്യേക പരിഗണന കിട്ടും. അല്ലെങ്കിൽ പിണറായി വിജയന് അതൊരു ഇടിവാണ്. പിണറായി വിജയൻ പണ്ട് വി എസിനെ ആക്ഷേപിച്ചതൊക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ട് നമുക്ക് പുറത്തിറക്കണ്ട എന്നതുകൊണ്ടാണോ ഈ വാരാന്ത്യ പതിപ്പ് പുറത്തിറക്കാത്തത് എന്നുള്ളതാണ് ഇപ്പോ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം അതുകൊണ്ടല്ല എന്നാണ് ആര് പറയുന്നത് അറിയോ? സ്വരാജ് നേരത്തെ ടിവിയിലൊക്കെ വന്നിട്ട് പറയുന്നു അതുകൊണ്ടൊന്നല്ല, ആ ലേഖനത്തിന്റെ പ്രശ്നം കൊണ്ടൊന്നല്ല എന്ന് സ്വരാജ് പറയുമ്പോൾ തിരിച്ച് പത്രലേഖകൻ ചോദിക്കുന്നു അതിന്റെ 4ാം പേജിൽ, ആ പത്രത്തിന്റെ 4ാം പേജിൽ എന്ന് പറഞ്ഞാൽ ഇറങ്ങാത്ത ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിന്റെ 4ാം പേജിൽ ഒരു ലേഖനമുണ്ട് കേട്ടോ. ആ ലേഖനത്തിന്റെ പേരെന്താണെന്ന് അറിയോ? കള്ളൻ വിജയൻ എന്നാണ്. എന്താണ്? ഞെട്ടണ്ട. ദേശാഭിമാനിയിലെ ഇന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അച്ചടിച്ചു വെച്ചിരുന്ന ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിന്റെ 4ാം പുറത്തെ ലേഖനത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് എന്താണ്? കള്ളൻ വിജയൻ. ദൈവമേ, വിജയനെ കള്ളൻ വിളിക്കുകയെ? വിജയൻ ഒരൊറ്റയൊന്നുള്ളൂ. ആ വിജയൻ ആരാണ്? ആ വിജയനാണ് കാരണഭൂതത്തെ കള്ളൻ വിളിക്കുക. ഇത് പറഞ്ഞത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ പറയുന്ന അവരുടെ റിപ്പോർട്ടിൽ, ആ ക്വാസി ജുഡീഷ്യൽ ബോഡി തയ്യാറാക്കിയ അവരുടെ വിധി ന്യായത്തിൽ പറയുന്നു
പിണറായി വിജയൻ ഏതൊക്കെ തരത്തിലാണ് കരിമണൽ കർത്തായിയുടെ കമ്പനിയിൽ നിന്ന് പിണറായി വിജയന്റെ മോളും തട്ടിപ്പ് നടത്തിയത് എന്ന് അല്ലെങ്കിൽ അഴിമതി നടത്തിയതെന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതിനെ തുടർന്നാണ് ROC അന്വേഷണം വന്നത്, SFIO അന്വേഷണം വന്നത്. പിണറായി വിജയന്റെ മകൾ 2 പ്രാവശ്യം EDയുടെ മുമ്പ് പോയിട്ട് എന്താ പറയാ സ്തംഭിച്ച് നിന്നത്. ഇനി ഇതാ 3ാം തവണ വിളിക്കാൻ വേണ്ടി പോകുന്നു. പിണറായി വിജയന്റെ മകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു, വീട്ടിൽ റെയ്ഡ് നടത്തി, ഇനി ഇതാ സ്വത്ത് കണ്ടുകെട്ടാൻ പോകുന്നു. അത് കഴിഞ്ഞ് പിണറായി വിജയനെ ഇതാ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് കേട്ടോ. അപ്പോൾ കള്ളൻ വിജയൻ, വിജയന്മാർ ഇവിടെ എത്ര ഉണ്ട്? വിജയന്മാർ ഇവിടെ എത്ര ഉണ്ട്? അപ്പൊ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ ഈ വിജയൻ അല്ലടോ. പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ PV ഞാനല്ല അല്ലേ, ആ PV ഞാനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കരിമണൽ കർത്ത ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഈ കോടികൾ ഞാൻ പലർക്കും കൊടുത്തിട്ടുണ്ട്, എന്നാലേ എനിക്ക് കമ്പനി നടത്താൻ പറ്റുള്ളൂ. ഇവിടുത്തെ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കൊടുത്തത് PV എന്ന് പറഞ്ഞ ആൾക്കാണ്. അങ്ങനെ PV എന്നുള്ള പേരില് കോടികൾ കൊടുത്തതായി കരിമണൽ കർത്തായുടെ ഡയറിയിലുണ്ട്. ആ കരിമണൽ കർത്ത പറഞ്ഞു ഈ PV എന്ന് പറയുന്നത് പിണറായി വിജയനാണ് എന്ന് കരിമണൽ കർത്ത തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പിണറായി വിജയൻ പറയുന്നു ആ PV ഞാനല്ല. ശരി, ആ ഈ PV അല്ലെങ്കിൽ തെളിയിക്കട്ടെ, അതിന് വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഞാനൊന്നല്ല പറയുന്നു കേട്ടോ. ദേശാഭിമാനിയുടെ താലാപ്പുറത്ത് കള്ളൻ വിജയൻ എന്ന് പറയുന്ന ഒരു ലേഖനം, സത്യം പറഞ്ഞാൽ അതൊരു നാടക നടനെ കുറിച്ചുള്ള ഒരു ലേഖനമായിരുന്നു കേട്ടോ. ഒരു നാടക നടനെ കുറിച്ചുള്ള ലേഖനം. ആ നടനെ, വിജയൻ എന്ന് പറയുന്ന ഒരു നാടക നടനെ കള്ളൻ എന്നാണ് അത്ര വിളിക്കാറുള്ളത്. കാരണം അദ്ദേഹം അഭിനയിച്ച ഒരു കഥാപാത്രത്തിന്റെ പേര് കള്ളൻ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് കള്ളൻ വിജയൻ എന്നുള്ളതാണ്. അയാൾക്ക് വരുന്ന കത്തുകൾ പോലും കള്ളൻ വിജയൻ എന്നുള്ള മേൽവിലാസത്തിലാണ്. വളരെ കൗതുകകരമായ ഒരു സ്റ്റോറിയാണത് അല്ലെ, കൗതുകകരമായ ഒരു കഥയാണ്. ഒരു നാടകത്തിൽ അഭിനയിച്ച വിജയൻ എന്ന് പറയുന്ന ആ കള്ളൻ എന്ന കഥാപാത്രത്തെ വളരെ വിജയകരമായി അവതരിപ്പിച്ചത് കൊണ്ട് ആ വിജയനെ എല്ലാവരും വിളിക്കുന്നത് കള്ളൻ വിജയൻ എന്നൊക്കെയാണ് അല്ലെ. അപ്പൊ കള്ളൻ വിജയൻ എന്നുള്ള പേര് അയാൾ അഭിമാനപൂർവ്വം കൊണ്ടു നടക്കുന്നു. കാരണം കള്ളൻ എന്ന് പറയുന്ന ആ പേര് തനിക്ക് കിട്ടിയത് തന്റെ അഭിനയ മികവ് കൊണ്ടാണ് എന്ന് അഭിമാനിക്കുന്ന ആ നാടക നടനെ കുറിച്ചുള്ള ഒരു ലേഖനമായിരുന്നു ദേശാഭിമാനി ബാക്കിലെ പേജിൽ കൊടുത്തത്. അതിന് ആ തലക്കെട്ടല്ലേ കൊടുക്കുക, കള്ളൻ വിജയനല്ലേ കൊടുക്കുകയുള്ളൂ. പക്ഷേ കള്ളൻ വിജയൻ എന്ന് ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിൽ അച്ചടിച്ചു വന്നാൽ ഇവരുടെ വിചാരം ആകെ ഈ വിജയം മാത്രമേ ഉള്ളൂ എന്നല്ലേ വിചാരം. ഞാൻ പെട്ടെന്ന് ഓർത്തു പോകുന്നത് എന്താണെന്നറിയോ, നമ്മുടെ പി പത്മരാജന്റെ ഒരു പ്രധാന സിനിമയുണ്ട് കേട്ടോ. ആ സിനിമയുടെ പേര് കള്ളൻ പവിത്രൻ എന്നാണ്. നിങ്ങൾ പലരും കണ്ടിരിക്കുന്ന ആ സിനിമയാണത്, കള്ളൻ പവിത്രൻ. നെടുമുടി വേണു അഭിനയിച്ച, നെടുമുടി വേണു ഏറ്റവും മികച്ച രീതിയിൽ അഭിനയിച്ച ഒരു ചിത്രമാണ് കള്ളൻ പവിത്രൻ. ആ കള്ളൻ പവിത്രൻ എന്ന് പറഞ്ഞാൽ പവിത്രന്മാരൊക്കെ കള്ളന്മാരാണ്. കള്ളൻ പവിത്രൻ എന്ന് പറഞ്ഞാൽ പവിത്രന്മാരൊക്കെ കള്ളന്മാരാണ് അല്ലല്ലോ. അതൊരു പ്രധാന കഥാപാത്രത്തിന്റെ പേരാണ് കള്ളൻ പവിത്രൻ. അപ്പൊ നമ്മൾ അത്രയൊക്കെ കണക്കാക്കിയാൽ മതി. പക്ഷേ പിണറായിനെ തൊട്ട് കളിക്കാൻ പറ്റില്ല. വിജയൻ എന്നുള്ള പേര് ബഹുമാന്യനായ വിജയൻ അല്ലെങ്കിൽ വിജയൻ തിരുമനസ് എന്നൊക്കെ കേരളത്തിൽ പറയാൻ പാടുള്ളൂ എന്നാണ് സഖാക്കന്മാര് പറയുന്നത്. കള്ളൻ വിജയൻ എന്ന് പറയാൻ പാടില്ല. നിങ്ങളെ വിജയൻ അല്ലടോ കള്ളനാ എന്താ പറയാ, ആ അഭിനേതാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടൊക്കെ ഈ വാരാന്ത്യ പതിപ്പ് എന്ത് ചെയ്തു, പുറത്തിറക്കിയില്ല. നോക്കണേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് പറഞ്ഞ മാതിരി ദേശാഭിമാനി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അല്ലെങ്കിൽ സഖാക്കന്മാരെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് സ്ഥിതി. എന്തെങ്കിലുമൊക്കെ തകരാറ് വരും എന്ന് പറഞ്ഞാൽ ആകെ കഷ്ടകാലാണ് സഖാക്കൾക്ക്. വെക്കുന്ന വെടികളൊക്കെ കൊടുക്കുന്നത് സ്വന്തം ആസനത്തില് മൂട് കത്തിയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഒരു സഖാവിനും. എന്താ പറയാ, പിണറായി വിജയൻ മുതല് അപ്പൻ ഗോവിന്ദൻ മുതല് ഇങ്ങോട്ടേക്കുള്ള ഒരു സഖാവിനും ഇരിക്കാൻ പറ്റുന്നില്ല. മൂട്ടിലാകെ തീയാണ്. സ്വരാജൊക്കെ അപ്പൊ നിന്നിട്ടാണ് പത്രസമ്മേളനം. സ്വരാജിന്റെ മൂടൊക്കെ കത്തിക്കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ സ്വരാജ് വെക്കുന്ന വെടികളൊക്കെ സ്വരാജിന്റെ മൂട്ടിലാണ്, മരുമോൻ വെക്കുന്ന വെടികളൊക്കെ മനോഹരന്റെ മൂട്ടിലാണ്. അങ്ങനെയുള്ള ഒരു ദുരവസ്ഥയിലാണ് ദേശാഭിമാനി. ഇന്ന് ദേശാഭിമാനിക്ക് വാരാന്ത്യ പതിപ്പ് പുറത്തിറക്കാൻ കഴിയാതിരുന്നത്. 1-ാം പേജിൽ കടലിരമ്പം, 4-ാം പേജിൽ കള്ളം വിജയൻ. ഇത് എന്താ പറയാ, ഈ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളൊക്കെ കൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി ചെയ്തത് അദ്ദേഹത്തിന്റെ മകളുടെ പേര് പോലും ആ നാട്ടിലെ ഒരു പെൺകുട്ടികൾക്ക് ഇടാൻ പാടില്ല എന്നാണ്. ആ രീതിയിൽ ഇപ്പൊ വിജയൻ എന്ന് ഇനിയിപ്പോ നമ്മൾ പറയാൻ പാടില്ല. വിജയൻ എന്ന് പറയുകയാണെങ്കിൽ തന്നെ ആദ്യം ബഹുമാനരായ ശ്രീ നമ്മളെ ശ്രീ വിജയൻ എന്നോ അല്ലെങ്കിൽ ആദര വിജയൻ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വിജയൻ എന്ന് പറയുന്ന പേരിന്റെ ഇങ്ങപ്പുറത്ത് നമ്മൾ അപമാന സൂചിമായി ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ചേർത്ത് കഴിഞ്ഞാൽ ഡിഫിക്കാരൊക്കെ ഇപ്പൊ എന്താണ്, ഡിഫിക്കാരുടെയൊക്കെ പ്രസംഗം കണ്ടില്ലേ? നാളെ ഫൈനലിൽ കറണ്ട് വന്നില്ല എങ്കിൽ ഞങ്ങളൊരു വരവാണ്ട് വരുന്നതാണ് ഒരു പോകൻ പ്രസംഗിച്ചത്. ഒരു ഡിവൈഎഫ്ഐയുടെ ഒരു പോകൻ പ്രസംഗിക്കുകയാണല്ലോ. നാളെ കറണ്ട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളൊരു നിങ്ങൾ വരവ് വന്നിട്ട് എന്താണ്, നിങ്ങൾ എന്ത് വരവ്, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവന്റെയൊക്കെ വർത്താനം കണ്ടയായിരിക്കും. ഇവരെ പേടിച്ചിട്ടാണ് സതീശൻ ഇവിടെ ഇങ്ങനെ വിറങ്ങലിച്ചിരിക്കുന്നതെന്ന്. കാലൊക്കെ കഴിഞ്ഞുപോയി. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ദേശാഭിമാനി
ദേശാഭിമാനി ആകെ ഉടുതുണിയില്ലാതെ നിൽക്കുകയാണ്. ദേശാഭിമാനിയും സഖാക്കളും ഇപ്പം സ്വരാജ് ഇങ്ങനെ പറയും, സ്വരാജിന് പിന്നെ കള്ളം പറയാൻ ഒരു ചമ്മലും ഇല്ലാത്ത സ്വരാജ് പറയാണ്, അതുകൊണ്ടൊന്നല്ല, ഞങ്ങൾക്ക് ചെറിയൊരു സാങ്കേതിക തകരാറ് കൊണ്ടാണ് ഇന്ന് പത്രം പുറത്തിറങ്ങാഞ്ഞത്. എന്താ സാങ്കേതിക തകരാറ് സ്വരാജ്? അതൊരു സാങ്കേതിക തകരാറ്, അതിങ്ങനെ പറയാൻ മാത്രം ഒന്നും ഇല്ല എന്നാണ് സ്വരാജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാൻ ഇതൊന്നുമല്ല നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ദേശാഭിമാനി പത്രത്തിലെ സഖാക്കന്മാർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ചെങ്ങായിനെ കള്ളം വിജയൻ എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുക. അതുകൊണ്ട് ഇവര് വളരെ ആസൂത്രിതമായി ഇവര് ചെയ്തതാണ്. അല്ലെങ്കിൽ ഈ തലക്കെട്ട് കള്ളൻ വിജയൻ എന്ന് തലക്കെട്ട് ഇടുമ്പം തന്നെ ഇവരുടെ മനസ്സിൽ കത്തണ്ടേ. കാരണം കള്ളൻ വിജയൻ എന്ന് തലക്കെട്ട് ഇട്ട് കഴിഞ്ഞാൽ, ദേശാഭിമാനി പത്രത്തിൽ കള്ളൻ വിജയൻ എന്ന് തലക്കെട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കുഴപ്പമാണെന്ന് ദേശാഭിമാനിയിലെ ഈ പറയുന്ന സബ് എഡിറ്റേഴ്സിനൊക്കെ മനസ്സിലാവില്ലേ. പക്ഷെ ഇവർ മനസ്സിലായിട്ടും കള്ളൻ വിജയൻ എന്ന് തന്നെ ഇട്ടതാവാനേ വഴിയുള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ മാത്രമല്ല, പാർട്ടി പത്രത്തിലും പിണറായി വിജയനോടുള്ള കലിപ്പ് ഇങ്ങനെ ഇളകി മൂത്ത് നിൽക്കുകയാണ്. അല്ലെങ്കിൽ കടലിരമ്പം പോലെ പിണറായി വിജയനോടുള്ള ഈ കലിപ്പ് മൂത്ത് ഏതാണ്ട് ഈ ഒരു അവസ്ഥയിൽ വരെ എത്തി. പിന്നെ എന്താ പറയാനുള്ളത് അല്ലേ? ഇനി ഏതായാലും ഇതൊക്കെ മാറ്റിയിട്ട് വരുന്ന ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഏതായാലും കള്ളൻ വിജയന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് കേട്ടോ. ഈ കള്ളൻ വിജയനല്ല, മറ്റേ കള്ളൻ വിജയന്. ഏത് കള്ളൻ വിജയന്? യഥാർത്ഥത്തിലുള്ള അഭിനേതാവായ നാടകപ്രവർത്തകനായ കള്ളൻ വിജയന് എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. ഏതായാലും നിങ്ങളെ കുറിച്ചുള്ള ആ ഒരു ലേഖനം എന്താ പറയാ, അത് വായനക്കാർക്കിടയിലേക്ക് എത്തിപ്പെടാനായില്ല. പണ്ട് നിങ്ങൾക്ക് വിജയെന്ന് പേരിട്ട നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു വലിയ അപരാധ ചെയ്തത്. നിങ്ങൾക്ക് വിജയൻ ആയിരുന്നില്ല പേരിടേണ്ടത്, വേറെ വല്ല പേരും നിങ്ങൾക്ക് ഇട്ടാ മതിയായിരുന്നു കേട്ടോ. എന്നാൽ ആ നിങ്ങളെക്കുറിച്ചുള്ള അഭിമാനകരമായ ലേഖനം അച്ചടിച്ചു വരുമായിരുന്നു. ഏതായാലും വിജയൻ എന്നുള്ള പേരിന്റെ കൂടെ ഇനി ആരും അബദ്ധത്തില് വേറൊന്നും ചെയ്തു വരരുത്. മറ്റൊന്ന്, ജോസഫ് മാഷിന്റെ കൈ പോയ കാര്യം അറിയാലോ. മുഹമ്മദ് എന്നുള്ളൊരു പേര് മൂപ്പര് ഉപയോഗിച്ചപ്പോഴാണ് കൈ പോയത്. വിജയൻ എന്നുള്ളൊരു പേര് അനാവശ്യമായി ഉപയോഗിച്ച ജോസഫ് മാഷിന്റെ കയ്യേ പോയിട്ടുള്ളൂ. 51 വെട്ട് ഓർമ്മ വേണം കേട്ടോ. 51 വെട്ട് ഓർമ്മ വേണം. വിജയനോട് കളിക്കല്ല മക്കളെ. വിജയനോട് കളിച്ചാൽ എന്താണ്? നേരത്തെ ഡിഫീസ് ഒക്കെ പറഞ്ഞ മാറി ഞങ്ങളൊരു വരവാണ്ട് വരും. നിങ്ങൾ വരും കേട്ടോ. നിങ്ങൾ വരും വന്നോളി. അപ്പൊ ഇവിടെ ഉണ്ട കാണും നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ തൽക്കാലം അത്ര മാത്രമേ ഉള്ളൂ. ദേശാഭിമാനി ആകെ നാറി മെഴുകി ഇങ്ങോട്ട് പറയാനില്ലാത്ത അവസ്ഥയിലാണ് ദേശാഭിമാനി. പിന്നെ എല്ലാ ദിവസവും ദേശാഭിമാനി ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് ദേശാഭിമാനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ ദിവസവും നാണം കെടുന്ന ദേശാഭിമാനിക്ക് ഇന്നാ നാണക്കേട് ഇത്തിരിയാണ്ട് കൂടി. അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരവും.